ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കൊട്ടിയൂർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്ന് ഡ്രൈവിങ് അരുണേട്ടനാണ്, പിന്നെ അപ്പുവേട്ടനും ഉണ്ട്, പിന്നെ നമ്മുടെ ക്യാമറമാൻ അനിയും ഉണ്ട്, പിന്നെ വേറൊരാളും കൂടിയുണ്ട്. ഇവക്ക് നല്ല ഉറക്കമാണ്. അപ്പോൾ നമ്മൾ കുറേ ദൂരം വന്നു, എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നതാണ്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട്. ഞാൻ ഓർഡർ ചെയ്ത സാധനം, ഞാനല്ല, ഇവക്ക് കുഞ്ഞിക്ക് ഓർഡർ ചെയ്ത സാധനം വരാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇവക്ക് ഇടിയപ്പമാണ് ഓർഡർ ചെയ്തത്. കാരണം രാവിലെ തന്നെ ഉഴുന്ന് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എനിക്ക് പൂരിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പൂരി വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഇവളെ ഇടിയപ്പവും വന്നു. അപ്പോൾ അവൾക്ക് ഞാൻ കൊടുക്കുന്നുള്ളതാണ്. ഇടിയപ്പവും വെള്ളവും പിന്നെ കടല ഉണ്ടായിരുന്നു. അപ്പോൾ അതും ജസ്റ്റ് ഇങ്ങനെ ഒടിച്ചിട്ടൊക്കെ അവൾക്കും കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാനും കഴിക്കുന്നുണ്ടായിരുന്നു. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും പോകുന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ലോങ് ജേർണിയാണ്, 5 മണിക്കൂറുണ്ട്. ക്ലാസ് തുറന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു മല ഉണ്ടല്ലോ, കാണാൻ നല്ല അടിപൊളിയാണ്, നല്ല മഞ്ഞൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളിതാ ഇവിടെ എത്തി. അപ്പോൾ കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം നല്ല ടയേർഡായിരുന്നു. പാർക്കിംഗ് ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്തു. ഇങ്ങനെ എടുക്കണമെങ്കിൽ മറ്റേ സ്റ്റിക്കിൽ തന്നെ മാറ്റാം. അപ്പോൾ വണ്ടി വെച്ചിട്ട് നമുക്ക് കുറച്ച് നടക്കാനുണ്ട്, അപ്പം നടക്കുന്നുള്ളതാണ്. സൂക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ അക്കരയിൽ തൊഴാൻ വേണ്ടിയിട്ട് ഇവിടെ ക്യൂ നിൽക്കുന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ക്യൂ ഇപ്പം അനങ്ങും എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുമ്പോൾ അകത്ത് തൊഴാൻ പോയിട്ട് തിരിച്ച് വന്ന ആൾക്കാരോട് ഇവർ ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ ക്യൂ എന്താ അനങ്ങാത്തേന്ന്. അപ്പോൾ അവർ പറഞ്ഞു, നമ്മൾ രാവിലെ 9 മണിക്ക് വന്നു, എന്നിട്ട് തിരിച്ച് വരുന്നത് 12 മണി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അത്രയും തിരക്കാണ്. ഞാനും കുറച്ച് സമയം അവിടെ നിന്നു. പിന്നെ ഇവള് കേൾക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ അവൾക്ക് ഞാൻ കുറച്ച് ഫുഡും കൊടുത്തു. കുഞ്ഞൊക്കെ ഉള്ളവർക്ക് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ ആ ക്യൂന്ന് ഇറങ്ങിയിട്ട് ഇവക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് വന്നതാണ്. ബേപ്പൂര് ഇവിടെ അടുത്ത് തന്നെയാ? അല്ല, ദൂരല്ലേ? ബേപ്പൂരിന് പോകണം കുറച്ചങ്ങോട്ട്. കുറച്ച് ദൂരമാണ്. ഞങ്ങൾ അവിടെ നിന്ന് ടൗണിലേക്ക് ബസ് കയറി. ടൗണിൽ നിന്ന് പിന്നെ അല്ല ബസ്സല്ല, ടൗൺ ബസ് കയറി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് വണ്ടിക്ക് പോകുന്നു. തലശ്ശേരി ഇറങ്ങി അവിടെ നിന്ന് ബസ്സിന് ഇവിടേക്ക് ബസ്സിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഓട്ടോ ഇങ്ങോട്ട് നമ്മളെ കാട്ടിൽ
അപ്പം ഞാൻ തൊഴുതിട്ട് അവിടെ ഇവരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടായതായിരുന്നു. ആ സമയത്തായിരുന്നു ആ ഒരു സ്ത്രീനോട് കുറേ സംസാരിച്ചിട്ടൊക്കെ അവിടെ ഇരുന്നു. പിന്നെ എനിക്ക് കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം എനിക്ക് എൻ്റെ കയ്യിൽ ബാഗും കുടയും കുഞ്ഞും ഒക്കെ ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് മഴ കിട്ടിയില്ല. ഞാനും കുഞ്ഞും തലയിൽ ജസ്റ്റ് വെള്ളം കൊടഞ്ഞത് മാത്രമായിരുന്നു. കാരണം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടോയെന്ന് അറിയില്ല. പിന്നെ വെള്ളവും നല്ല തണുപ്പായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് വെള്ളം കൊടഞ്ഞത് മാത്രമായിരുന്നു. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, എന്നാലും ജസ്റ്റ് വെള്ളം കൊടഞ്ഞു. ഗുണത്തെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ആവർത്തന അപ്പോൾ നമ്മൾ ഇക്കരയും തൊഴുതിട്ട് അവിടെ നിന്ന് തിരിച്ചു വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.